ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചൈൽഡ്ഹുഡ് ഡിസീസസ് നമ്മൾ കേട്ടിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. Illness that primarily affect children from infancy through adolescence. They range from mild condition to serious illness requiring medical intervention. ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കുട്ടിക്കാലത്തുണ്ടാകുന്ന ചില അസുഖങ്ങൾ, ഇതിനെയാണ് നമ്മൾ ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്ന് പറയുന്നത്. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും കുട്ടികൾക്ക്. ഒരു അഡോൾസെന്റ് ഏജ് എത്തുന്നത് വരെയൊക്കെ ഭൂരിഭാഗം കുട്ടികൾക്കും ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാറുള്ളതാണ്. എന്തൊക്കെയാണ് സാധാരണ രീതിയിൽ കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിന്റെ കോസസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് വരുന്നുണ്ട്, ബാക്ടീരിയ വൈറസ് ഒക്കെ കൊണ്ടിട്ട് വരുന്ന അസുഖങ്ങള്, ജനറ്റിക് ഫാക്ടേഴ്സ് കൊണ്ടിട്ട്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ്, നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് നമുക്ക് വരുന്ന അസുഖങ്ങള്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വീക്ക് ആയതുകൊണ്ട് വരുന്ന അസുഖങ്ങൾ. എന്തുകൊണ്ടാണ് ഇത് കുട്ടികൾക്ക് പെട്ടെന്ന് വരുന്നത്? ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസസ്. പേര് പോലെ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന സാധാരണയായിട്ട് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, അതിന്റെ കോസസ് എന്താണോ, അതിന്റെ പ്രിവെൻഷൻ എന്താണെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ചില കുട്ടികളെ സംബന്ധിച്ച് ഇൻഫൻസി തുടങ്ങിയിട്ട് ഒരു അഡോൾസെന്റ് ഏജ് വരെയൊക്കെ മിക്കപ്പോഴും അസുഖങ്ങൾ വന്നു പോയൊക്കെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. ചിലപ്പോൾ മൈൽഡിൽ നിന്നും സിവിയർ കേസസിലേക്കും വരാറുണ്ട്. ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ഇൻഫെക്ഷ്യസ് ഏജൻസ്, അതായത് ബാക്ടീരിയോ വൈറസോ കൊണ്ടുള്ള അസുഖങ്ങൾ വരുന്നുണ്ട്. ജനറ്റിക്സ്, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങൾ വരുന്നുണ്ട്. എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമ്മ്യൂൺ സിസ്റ്റം, അതായത് നമുക്ക് ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. എന്തുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ഒരു വൾനറബിൾ ആയിട്ട് വരുന്നത്? ഈ കാര്യത്തിൽ അവർ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ്, അതായത് ഇൻഫൻസി തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഈ പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇമ്മ്യൂണിറ്റി പവർ ഗ്രോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഫിസിക്കൽ ചേഞ്ചസ് വരുന്ന ഒരു സമയം കൂടിയാണിത്, അല്ലെ? അതുകൊണ്ടും കുട്ടികളാണ് പെട്ടെന്ന് അസുഖം പിടിപെടുന്ന ഒരു ഗ്രൂപ്പായിട്ട് വരുന്നത്. പിന്നെ എൻവയോൺമെന്റിൽ നിന്നുണ്ടാകുന്ന പുതിയ ഒരു എൻവയോൺമെന്റുമായിട്ട് കുട്ടി ഇടപെടുന്നത് കൊണ്ടിട്ടും കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഏതൊക്കെ ടൈപ്സ് ആണ് നമ്മൾ പറയുന്ന അസുഖങ്ങൾ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 മെയിൻ ടൈപ്സ് ഓഫ് ഡിസീസസ് വരുന്നുണ്ട്. കണ്ടാജിയസ് ഡിസീസസും ഇൻഫെക്ഷ്യസ് ഡിസീസസ്. കണ്ടാജിയസ് ഡിസീസസ് എന്ന് പറയുമ്പോൾ എന്താ, ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ആണ് വരുന്നത്. ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെയോ അതല്ലെങ്കിൽ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡ്രോപ്ലെറ്റ്സിലൂടെയൊക്കെ വരാവുന്നത്. ഏതൊക്കെയാണ് അസുഖങ്ങൾ? കോൾഡ്, ഇൻഫ്ലുവൻസ, ചിക്കൻ ബോക്സ്, മീസിൽസ് ഒക്കെ നമ്മൾ എന്താ പറയുന്നത്, കണ്ടാജിയസ് ഡിസീസസിലാണ് വരുന്നത്. ഇൻഫെക്ഷ്യസ് ഡിസീസസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കണ്ടാമിനേറ്റഡ് സോഴ്സസിലേക്ക് വാട്ടർ, എയർ, ഫുഡ് ഇതൊക്കെ കൊണ്ടിട്ട് വരുന്ന അസുഖങ്ങൾ, ഇതിലൂടെ പകരുന്ന അസുഖങ്ങളാണ്. ആനിമൽസിന്റെ ഒക്കെ ഇടപെടൽ കൊണ്ട്, അല്ലെങ്കിൽ ആനിമൽസിൽ നിന്നും നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ഏതൊക്കെയാണ് അത്? കോളറ, ടൈഫോയിഡ്, മലേറിയ, ഡിസെൻട്രി. ഏതൊക്കെ വഴിയിലൂടെയാണ് അസുഖങ്ങൾ വരുന്നത്? ഏതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്നത്? പൊല്യൂട്ടഡ് എയറിലൂടെ വരാം, ആനിമൽ അല്ലെങ്കിൽ ഇൻസെക്ട്സിന്റെ കടിയിൽ നിന്നൊക്കെ വരാം, കണ്ടാമിനേറ്റഡ് ഫുഡ്, വാട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ടിട്ട്. ഇനി കുട്ടികളെ സംബന്ധിച്ച് വരും മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഡേർട്ടി ഹാൻഡ് ആൻഡ് ഫീറ്റ്. മിക്കപ്പോഴും കുട്ടികൾ കയ്യും കാലും ഒന്നും പുറത്ത് കളിക്കുകയോ അതല്ലെങ്കിൽ അഴുക്കായിട്ടുണ്ടെങ്കിൽ കഴുകാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നഖങ്ങൾ വെട്ടാത്തത് കൊണ്ടൊക്കെ വരുന്ന അസുഖങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നത്. റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ എയർബോൺ സിസ്റ്റത്തിലൂടെ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിഫ്തീരിയ, ത്രോട്ടിനെയും വിൻഡ് പൈപ്പിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയിട്ട് വരും. ഹൈ ഫീവർ ആയിരിക്കും ഇതിൽ വരുന്നത്, സഫോക്കേഷൻ ഉണ്ടായിരിക്കും. ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ആണ് നമ്മൾ ഈ അസുഖത്തിന് ഡിഫ്തീരിയക്ക് കൊടുക്കേണ്ടത്. പിന്നെ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് ഒരു 5 വയസ്സിന് താഴെ വരുന്ന കുട്ടികൾക്കാണ് മെയിൻ ആയിട്ട് ഇത് വരുന്നത്. ഇത് സിവിയർ ആയിട്ടുള്ള ചുമയായിരിക്കും ഇതിൽ വരുന്നത്. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരിക്കാം.
വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരിക്കുക. അടുത്തത് മീസിൽസ്, അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. കോൾഡ്, കഫ്, ഫീവർ ഇതൊക്കെ കൊണ്ടുവരുന്നത്. റെഡ് പാച്ചസ് ഉണ്ടായിരിക്കും കുട്ടികളെ സംബന്ധിച്ച്. ഇമ്മ്യൂണൈസേഷൻ കുറച്ച് നമ്മൾ ഇതിനൊരു ഇമ്മ്യൂണൈസേഷൻ നേരത്തെ തന്നെ കൊടുക്കേണ്ടതാണ് ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ തന്നെ. അതിനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വാക്സിനേഷൻസ് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസെൻട്രി, അബ്ഡോമിനൽ പെയിൻ, സിവിയർ ആയിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ വിത്ത് ബ്ലഡ് വരുന്നത്, ലൂസ് ടൂൾസ് ആയിട്ട് വരുന്നത്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഡീഹൈഡ്രേഷൻ കൊണ്ടിട്ട് വരും. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കുട്ടിയെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതും നന്നായിട്ട് വെള്ളം കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. ടൈഫോയിഡ് എന്ന് പറയുന്നത് 3-4 വീക്സ് ഒക്കെ ഉണ്ടായിരിക്കും തലവേദന, ബോഡി പെയിൻ, ഫീവർ ഉണ്ടായിരിക്കും. പിന്നെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കുട്ടികൾക്ക്. പൊല്യൂട്ടഡ് എയറിൽ നിന്നും വാട്ടറിൽ നിന്നും ഒക്കെയാണ് ഇത് വരുന്നത്. പിന്നെ വരുന്നത് കോളറ. കോളറ വരുന്നത് എങ്ങനെയാണ്, കണ്ടാമിനേറ്റഡ് ഫുഡ് വാട്ടറിൽ നിന്നൊക്കെ തന്നെയാണ് വരുന്നത്. സ്മോൾ ഇൻഡസ്റ്റൈനെയാണ് ഇത് ബാധിക്കുന്നത്. സിവിയർ വോമിറ്റിങ്ങും ഒക്കെയാണ് ഇതിൽ വരുന്നത്. അതുപോലെ ജോണ്ടിസ്, കണ്ണുകളൊക്കെ എന്താ പറയുക, കണ്ണും യെല്ലോ ആയിട്ടുള്ള കണ്ണുകളും സ്കിന്നും ഒക്കെ വരുന്നത്. ലിവറിൽ വരുന്ന പ്രോബ്ലംസ് ആണ് ഇതിൽ വരുന്നത്. സ്പ്രെഡ് ത്രൂ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺസ് വേസ്റ്റ്, അതായത് ഇങ്ങനെ ഒരു അസുഖം ഇൻഫെക്റ്റഡ് ജോണ്ടിസ് വരുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിന്റെ ഒക്കെ എന്താ പറയുക, നമ്മൾ വേസ്റ്റിലൊക്കെ ഇരുന്ന ഈച്ചകളോ കൊതുകുകളോ ഒക്കെ പരത്തുന്ന അസുഖങ്ങളാണിത്. ചില സമയത്ത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. പെട്ടെന്ന് സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ടി വരുന്ന കേസസ് എന്ന് പറയുന്ന അസുഖങ്ങളാണ് മലേറിയ, പോളിയോ, ടെറ്റനസ് ഒക്കെ. മോസ്കിറ്റോ ആണ് ഈ മലേറിയ പരത്തുന്നത്. സിവിയർ ആയിട്ടുള്ള ഹെഡ് ഏക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇടവിട്ടുള്ള പനി, ടയേർഡ് ആയിട്ടിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടിയെ ഡോക്ടറെ കാണിക്കുക എന്നുള്ളതാണ്. പോളിയോ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. ലിംബ് വീക്ക്നെസ്സിലൂടെയാണ് ഇത് വരുന്നത്. ചിലപ്പോൾ ഒരു വശം തളർന്നു പോകുന്ന സിറ്റുവേഷനിലേക്ക് ഇത് എത്തിച്ചേരാറുണ്ട്. ചിലപ്പോൾ അത് പെർമനന്റ് ആയിട്ടായിരിക്കും ഇത് വരുന്നത്. വാക്സിനേഷൻ ആയിരിക്കും ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ട് വരുന്നത്. പിന്നെ ടെറ്റനസ് അല്ലെങ്കിൽ ലോക്ക് ജോ എന്ന് നമ്മൾ പറയുന്നത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണിത്. മസിൽ സ്റ്റിഫ്നെസ് ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ സ്വാളോയിങ് വരിക, അതുപോലെ ലൈവ്സ് ഇൻ ആനിമൽ വേസ്റ്റ് ആൻഡ് സോയിൽ ഇത് വരുന്നത്. ഇതൊക്കെ അണുക്കൾ ഉണ്ടാകുന്നത് ആനിമൽസിന്റെ വേസ്റ്റിലും കലർന്ന മണ്ണിലും ഒക്കെയാണ് ഇത് സാധാരണ രീതിയിൽ കണ്ടുവരുന്നത്. ഇതൊക്കെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് തന്നെയാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അപ്പൊ നമ്മളുടെ കുട്ടികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. സിംറ്റംസ് കണ്ട പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടികളെ ഡോക്ടറെ കാണിക്കുക. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് വാക്സിനേഷൻസ് എടുക്കുക. ഏർലി കെയർ കൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നത്. അതുപോലെ തന്നെ പ്രിവെന്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് അല്ലെങ്കിൽ വാക്സിനേഷൻസ് ഒക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള അസുഖങ്ങൾ നമുക്ക് ഒരു പരിധി വരെ മാറ്റി നിർത്താനായിട്ട് സാധിക്കും. That's all for today. Thank you. Have a nice